എന്താണ് ഇവിടെ ശരി? വിവേകമാണ് നേർവഴിക്ക് നമ്മെ നയിക്കുന്നത്. തിരുക്കുടുംബത്തിൻ്റെ രാജാവായ യൗസേപ്പ് പിതാവ് ഈ വിവേകത്തോടെയാണ് തിരുക്കുടുംബത്തെ നയിച്ചത്. ദൈവം തരുന്ന വിവേകം, പരിശുദ്ധാത്മാവ് തരുന്ന വിവേകം എന്താണ്? കുരിശു പകർന്നു തരുന്ന പാഠമാണ് മറ്റുള്ളവരുടെ നന്മയ്ക്കു വേണ്ടി സഹനത്തെ പുൽകുന്നത്. എന്താണ് ചെയ്യേണ്ടതെന്നും എന്താണ് ഒഴിവാക്കേണ്ടതെന്നും യൗസേപ്പ് പിതാവിൻ്റെ മാധ്യസ്ഥ ശക്തിയാൽ നമുക്ക് വെളിപ്പെട്ട് കിട്ടും. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. യൗസേപ്പ് പിതാവിൻ്റെ പ്രതിഷ്ഠയുടെ 18ാമത്തെ ദിവസം. നമ്മുടെ യാത്ര 18 നാള് പിന്നിടുകയാണ്. യൗസേപ്പ് പിതാവിൻ്റെ സുഹൃതങ്ങളെ ധ്യാനിച്ച് നമ്മൾ നടത്തുന്ന ലളിതമായ ഒരു യാത്രയാണ് ഈ പ്രതിഷ്ഠയുടെ 33 നാളുകളെന്ന് ഓർക്കുക. ഞാൻ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമുണ്ട്. സ്ഥിരമായിട്ട് കൂടുന്നവർ ഒത്തിരി പേര് മുടക്കമില്ലാതെ ഈ പ്രതിഷ്ഠ നടത്തുന്നുണ്ടെന്ന് എനിക്കറിയാം. അവരെ ബാക്കിയുള്ളവരോട് പറഞ്ഞു കൊടുക്കേണ്ടത്, ഇൻ കേസ് മുടങ്ങിയാലും ഒരു ദിവസം ഇത് കൂടാൻ പറ്റിയില്ല, വീഡിയോ കൂടാൻ പറ്റില്ല, അറ്റ്ലീസ്റ്റ് നിങ്ങൾ ആ പ്രെയർ എങ്കിലും ചെല്ലുക. പറ്റുന്നത് പോലെ പിന്നെ വന്ന് വീഡിയോ കാണുക. അപ്പോൾ നമുക്ക് ഓരോ ദിവസവും കേവലം ഒരു പ്രാർത്ഥനയേക്കാൾ ഉപരി ഒരു നിയോഗം വെച്ച് ഒരു പ്രത്യേക കാര്യം ചിന്തിച്ച് യൗസേപ്പ് പിതാവിൻ്റെ ജീവിതം കുറച്ചുകൂടെ മനസ്സിലാക്കി അത് ചെയ്യാൻ പറ്റുമല്ലോ. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് സെയിൻറ്റ് ജോസഫ്, മാൻ ഓഫ് പ്രൂഡൻസ്. വിവേകത്തിൻ്റെ മനുഷ്യനാണ് യൗസേപ്പ് പിതാവ്. വിവേകത്തെയാണ്, പ്രൂഡൻസ് ആണ് നമ്മൾ ഇന്ന് ധ്യാനിക്കുന്നത്. വിവേകത്തെ, പ്രൂഡൻസിനെ നമ്മൾ മനസ്സിലാക്കുന്നത് ഒരു ജാഗ്രത സൂക്ഷിക്കുക, സാഹചര്യങ്ങൾ മനസ്സിലാക്കി ധാർമ്മികമായി ഇടപെടുക, ഇതൊക്കെയാണ് പ്രൂഡൻസ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷേ ഇത് വളരെ എക്സ്ട്രീംലി ഇമ്പോർട്ടൻറ്റ് വെർച്യു ആയിട്ടാണ് പ്രൂഡൻസിനെ എല്ലാവരും ഏറ്റുപറഞ്ഞിട്ടുള്ളത്. വിവേകം അങ്ങേയറ്റം ഒരു ക്രിസ്ത്യാനിക്ക് അല്ലെങ്കിൽ ഒരു മനുഷ്യന് ഈ ഭൂമിയിൽ ജീവിക്കാൻ ആവശ്യമുള്ള സുഹൃതമാണ്, പുണ്യമാണ് വിവേകം. കാറ്റക്കിസം ഓഫ് ദ കാത്തലിക് ചർച്ച്, കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം വിവേകത്തെക്കുറിച്ച് പറയുന്നത്, അതായത് ഇതൊരു പ്രായോഗിക ജ്ഞാനമാണ്. വിവേകം ഒരു വളരെ കൈൻഡ് ഓഫ് പ്രാക്ടിക്കൽ റീസണിങ് ആണ്, പ്രായോഗിക ജ്ഞാനമാണ് വിവേകം. എന്തിനുള്ളത്? ഏതൊരു സാഹചര്യത്തിലും ശരിയായ നന്മയെ തിരിച്ചറിയാനും ആ നന്മയെ പ്രാപിക്കാനുള്ള ശരിയായ വഴി തിരിച്ചറിയാനുമുള്ള പ്രായോഗിക ജ്ഞാനം. അപ്പോൾ രണ്ടും വേണം. ഓരോ സാഹചര്യത്തിൻ്റെയും നന്മയെ തിരിച്ചറിയണം. എന്താണ് ഇവിടെ ശരി? ആ ശരി അച്ചീവ് ചെയ്യാനുള്ള, പ്രാപിക്കാനുള്ള വഴി, ശരിയായ വഴി തിരിച്ചറിഞ്ഞ് ഇടപെടുന്നതാണ് വിവേകം എന്ന് പറയുന്നത്. ഇതിനെ വിളിക്കുന്നൊരു പേര് ഔറീഗ വെർത്തൂത്തും. ഔറീഗ വെർത്തൂത്തും എന്ന് വെച്ചാൽ സുഹൃതങ്ങളുടെ, പുണ്യങ്ങളുടെ തേര് എന്നാണ് ഇതിനെ വിളിക്കുന്നത്. എത്ര സുന്ദരമായ ഒരു പ്രയോഗമാണ് നോക്കിക്കേ. പുണ്യങ്ങളുടെ, നമ്മൾ ജീവിക്കേണ്ട പുണ്യങ്ങളുടെ തേര് വിവേകമാണ്. അതായത് ഇത് ബാക്കി എല്ലാ പുണ്യങ്ങളെയും, ഇറ്റ് ഗൈഡ്സ് ഓൾ അതർ വെർച്യൂസ്. ബാക്കി എല്ലാ പുണ്യങ്ങളെയും ശരിയായ ട്രാക്കിൽ നയിക്കുന്ന പുണ്യമാണ് വിവേകം. വിവേകമില്ലെങ്കിൽ നമുക്ക് ഈ എക്സ്ട്രീമിസം വരും, രണ്ടറ്റത്തേക്ക് പോകുന്ന അപകടമാണ്. വിവേകമാണ് നേർവഴിക്ക് നമ്മെ നയിക്കുന്നത്. സെയിൻറ്റ് തോമസ് അക്വിനാസിൻ്റെ പ്രയോഗമാണ്. സെയിൻറ്റ് തോമസ് അക്വിനാസ് പ്രൂഡൻസിനെ പ്രിൻസിപ്പൽ ഓഫ് ഓൾ വെർച്യൂസ്, എല്ലാ വെർച്യൂസിനും ആധാരമായി നിൽക്കുന്ന, എല്ലാ സുഹൃതങ്ങളുടെയും കേന്ദ്രം ആധാരമായി നിൽക്കുന്നതാണ് വിവേകമെന്ന് പറയുന്നത്. ഈ പ്രയോഗം, സുഹൃതങ്ങളുടെ, പുണ്യങ്ങളുടെ തേരാണ് വിവേകം എന്നത് സെയിൻറ്റ് തോമസ് അക്വിനാസിൻ്റെ പ്രയോഗമാണ്. വിവേകത്തെക്കുറിച്ച് പറയുന്നത്, പ്രൂഡൻസ് ഈസ് ദ വെർച്യൂ ഓഫ് കിങ്സ് ആൻഡ് റൂളേഴ്സ്. രാജാക്കന്മാരുടെയും നേതൃത്വം വഹിക്കുന്നവരുടെയും ഭരണാധിപന്മാരുടെയും സുഹൃതമായിരിക്കണം, പുണ്യമായിരിക്കണം വിവേകം. കാരണം ബാക്കി പുണ്യങ്ങൾ, പ്രത്യേകിച്ച് ടെമ്പറൻസ്, സംയമനം, ജസ്റ്റിസ്, നീതി, ഫോർട്ടിറ്റ്യൂഡ്, സഹനശക്തി, ഇതൊക്കെ കറക്റ്റ് അളവിൽ ജീവിക്കാൻ നമ്മെ സഹായിക്കുന്ന തേരിൻ്റെ പേരാണ് വിവേകം. സെയിൻറ്റ് ജോസഫ് ബീങ് ദ കിങ് ഓഫ് ഹോളി ഫാമിലി, തിരുക്കുടുംബത്തിൻ്റെ രാജാവായ യൗസേപ്പ് പിതാവ് ഈ വിവേകത്തോടെയാണ് തിരുക്കുടുംബത്തെ നയിച്ചത്. ഇന്നും നമ്മളെ സെയിൻറ്റ് ജോസഫ് നയിക്കുന്നത് ഇതേ വിവേകത്തോടെയാണ്. ബ്ലസഡ് വില്യം ജോസഫ് യൗസേപ്പിൻ്റെ പ്രൂഡൻസിനെ കുറിച്ച് പറയുന്നൊരു കാര്യം, ദ പ്രൂഡൻസ് ഓഫ് സെയിൻറ്റ് ജോസഫ് വാസ് സൂപ്പർ നാച്ചുറൽ. The prudence of Saint Joseph was supernatural. യൗസേപ്പ് പിതാവിൻ്റെ വിവേകം അതിസ്വാഭാവികമായ വിവേകമായിരുന്നു.
സൂപ്പർ നാച്ചുറൽ, ദൈവികമായ ഒരു വിവേകമായിരുന്നു യൗസേപ്പ് പിതാവിൻ്റെത്. അപ്പം നമുക്ക് സംശയം വരും, എന്താണ് ഈ ഹ്യൂമൻ പ്രൂഡൻസും സൂപ്പർ നാച്ചുറൽ പ്രൂഡൻസും, മാനുഷിക വിവേകവും അതിസ്വാഭാവിക ദൈവിക വിവേകവും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ആ വ്യത്യാസം ശ്രദ്ധയോടെ മനസ്സിലാക്കണം. നമ്മൾ ജീവിക്കേണ്ടത്, പ്രത്യേകിച്ച് ക്രിസ്ത്യാനികൾ, യൗസേപ്പ് പിതാവിനെ മാതൃകയാക്കി ഈശോയിലേക്ക് യാത്ര ചെയ്യുന്ന നമ്മൾ ജീവിക്കേണ്ടത് ഈ ഹ്യൂമൻ വിവേകമല്ല, ഹ്യൂമൻ പ്രൂഡൻസ് അല്ല, മറിച്ച് അതിസ്വാഭാവിക ദൈവിക വിവേകം ജീവിക്കാൻ പറ്റണം. ഹ്യൂമൻ പ്രൂഡൻസ്, മാനുഷിക പ്രൂഡൻസ്, വിവേകത്തിൻ്റെ പ്രത്യേകത അത് ഇറ്റ് അവോയ്ഡ്സ് ഡിഫിക്കൽറ്റി, അത് ബുദ്ധിമുട്ടുകളെ ഒഴിവാക്കുന്ന വിവേകമാണ്. ഇറ്റ് അവോയ്ഡ്സ് സഫറിങ്, അത് സഹനത്തെ ഒഴിവാക്കി നിർത്തുന്ന വിവേകമാണ്. ഇറ്റ് അവോയ്ഡ്സ് ഹാർഡ്ഷിപ്പ്, കഠിനാനുഭവങ്ങളെ വേണ്ടെന്ന് വയ്ക്കുന്ന വിവേകം. അതിനെയും ലോകം വിളിക്കുന്ന പേര് വിവേകം എന്നാണ്, വിവേകം. പക്ഷെ ആ വിവേകം കേവല മാനുഷിക വിവേകമാണെന്ന് തിരിച്ചറിയണം. അപ്പോൾ എന്താണ് സൂപ്പർ നാച്ചുറൽ പ്രൂഡൻസ്? ദൈവം തരുന്ന വിവേകം, പരിശുദ്ധാത്മാവ് തരുന്ന വിവേകം എന്താണ്? അത് സഹനത്തെ ഒഴിവാക്കാത്ത വിവേകമാണ്. അത് കുരിശിനെ സ്നേഹപൂർവം പുൽകുന്ന വിവേകമാണ്. അതെപ്പോഴും ഉപരിയായ നന്മയെ തേടുന്ന വിവേകമാണ്. കേവലം നമ്മുടെ കംഫേർട്ടിനെ നിർണയിക്കുന്ന വിവേകമല്ല, മറിച്ച് ഉപരിയായ നന്മയിലേക്ക് നമ്മളെ നയിക്കുന്ന, അഡോപ്റ്റ് ചെയ്യുന്ന വിവേകമാണ് ദൈവികമായ വിവേകം. സെയിൻറ്റ് ജോസഫ്, യൗസേപ്പ് പിതാവ്, ഈ അതിസ്വാഭാവിക വിവേകത്തിൻ്റെ ധീരസാക്ഷ്യമാണ് യൗസേപ്പ് പിതാവ്. അതായത് യൗസേപ്പ് പിതാവിൻ്റെ വിവേകത്തെ മനസ്സിലാക്കാൻ ഇങ്ങനെ മനസ്സിലാക്കി നോക്കിക്കേ. ബിഫോർ ദ വിസ്ഡം ഓഫ് ക്രോസ് വാസ് റിവീൽഡ്, ഹി എംബ്രേസ്ഡ് സഫറിങ് ഫോർ ദ ഗുഡ് ഓഫ് അതേഴ്സ്. മറ്റുള്ളവർക്ക് വേണ്ടി സഹനത്തെ പുൽകുന്നത് കുരിശു പഠിപ്പിക്കുന്ന ജ്ഞാനമാണ്, കുരിശു പകർന്നു തരുന്ന പാഠമാണ് മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി സഹനത്തെ പുൽകുന്നത്. അപ്പം അത് വെളിപ്പെടുന്നതിന് മുമ്പ്, കുരിശിൻ്റെ ആ ജ്ഞാനം വെളിപ്പെടുന്നതിന് മുമ്പേ യൗസേപ്പ് പിതാവ് അത് ജീവിക്കുകയാണ്. മറ്റുള്ളവർക്ക് വേണ്ടി സഹനം ഏറ്റെടുക്കുന്ന യൗസേപ്പ് പിതാവ്, അത് അതിസ്വാഭാവിക വിവേകത്തിൻ്റെ സൂചനയാണ്. ബിഫോർ കോ-റിഡംറ്റീവ് സഫറിങ് വാസ് അണ്ടർസ്റ്റുഡ്, ഈശോയോട് ചേർന്ന് സഹിക്കുക, കോ-റിഡംറ്റീവ്, ഈശോയോട് ചേർന്ന് നമ്മൾ സഹിക്കുമ്പോൾ അത് രക്ഷാകരമാകും എന്ന ആശയമൊക്കെ നമുക്ക് കുരിശിൽ നിന്നാണ് കിട്ടുന്നത്. അതിന് മുമ്പേ യൗസേപ്പ് മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി, മറ്റുള്ളവർക്ക് വേണ്ടി സഹനം ഏറ്റെടുക്കുകയാണ്. ഇത് യൗസേപ്പിന് സാധ്യമായത് എങ്ങനെയാണ്? ഈ പറഞ്ഞ ദൈവികമായ സൂപ്പർ നാച്ചുറൽ, അതിസ്വാഭാവിക വിവേകത്തിൻ്റെ ഗിഫ്റ്റ് യൗസേപ്പ് പിതാവിന് കിട്ടിയതാണ്. അപ്പോൾ യൗസേപ്പ് പിതാവിനോട് നമ്മൾ സൂക്ഷിക്കുന്ന ബന്ധം, ആ ബന്ധം നമ്മളെ സഹായിക്കും. എന്താണ് ചെയ്യേണ്ടതെന്നും എന്താണ് ഒഴിവാക്കേണ്ടതെന്നും യൗസേപ്പ് പിതാവിൻ്റെ മാധ്യസ്ഥ്യ ശക്തിയാൽ നമുക്ക് വെളിപ്പെട്ട് കിട്ടും. എന്താണ് ഉപരി നന്മയ്ക്ക് കാരണമാകുന്നത്? കേവലം എനിക്കിപ്പോൾ ഒരു വേദന ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ളതല്ല, മറിച്ച് ദൈവമഹത്വത്തിനും മനുഷ്യ നന്മയ്ക്കും, ഞാൻ ആയിരിക്കുന്ന ഇടത്തിൻ്റെ ഉപരി നന്മയ്ക്കും രക്ഷയ്ക്കും വേണ്ടി ഞാൻ എന്താണ് ചെയ്യേണ്ടത്, എന്താണ് എനിക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് തീരുമാനമെടുക്കാൻ നമ്മെ സഹായിക്കുന്ന വിവേകം, അത് യൗസേപ്പ് പിതാവ് നമുക്ക് പറഞ്ഞു തരും. യൗസേപ്പ് പിതാവിന് വിവേകം ആവോളമുണ്ട്. ആ വിവേകമുള്ളത് കൊണ്ടാണ് സ്വന്തം കംഫർട്ടിനെ ബ്രേക്ക് ചെയ്ത് മറിയത്തെ ഭാര്യയായി സ്വീകരിച്ചത്. ആ വിവേകം ഉള്ളത് കൊണ്ടാണ് യൗസേപ്പ് ഉറക്കം മുറിച്ചിട്ട് അമ്മയും കുഞ്ഞിനെയും എടുത്ത് ഈജിപ്തിലേക്ക് പലായനം ചെയ്തത്. ആ വിവേകം ഉള്ളത് കൊണ്ടാണ് യൗസേപ്പ് തൻ്റെ ഭാര്യയുടെ ഹൃദയം പിളർക്കുന്ന വാള് ഉണ്ടെന്ന് ശിമയോൻ സൂചിപ്പിച്ചപ്പോഴും കെറുവിക്കാതെ, കലഹിക്കാതെ അതിനെ ഉൾക്കൊണ്ടത്. കാരണം ഉപരി നന്മയെക്കുറിച്ചുള്ള ധാരണ യൗസേപ്പിന് ഈ വിവേകം സമ്മാനിച്ചുകൊണ്ടേയിരുന്നു. നമുക്കിന്ന് പ്രാർത്ഥിക്കേണ്ടത് യൗസേപ്പ് പിതാവിൻ്റെ മാധ്യസ്ഥ്യം തേടി ഈ ഉപരി നന്മയെ പ്രാപിക്കുന്ന, ഉപരി നന്മയെ ഏറ്റുപറയുന്ന വിവേകം, ദൈവഹിതത്തെ ഏറ്റുപറയുന്ന വിവേകം നമുക്ക് ലഭിക്കാൻ പ്രാർത്ഥിക്കാം. നിങ്ങൾ ഇന്ന് അധികമായിട്ട് കേൾക്കേണ്ടത് കഴിഞ്ഞ വർഷത്തെ 10 ടോക്കുകളിൽ ഒന്നിൽ അവസാന ഭാഗത്തേക്ക് എത്തുമ്പോഴണം 7 സോറോസ് ആൻഡ് 7 ജോയ്സ് ഓഫ് സെയിൻറ്റ് ജോസഫ്. അതായത് നമ്മൾ മറിയത്തിൻ്റെ 7 വ്യാകുലങ്ങളെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. പക്ഷേ യൗസേപ്പിൻ്റെ 7 വ്യാകുലങ്ങളും 7 സന്തോഷങ്ങളും, അതിനെക്കുറിച്ചൊരു ടോക്ക്
ആ കഴിഞ്ഞ 10 സീരീസിൽ അവസാന ഭാഗത്തുണ്ട്. കുറേ പേര് ചോദിക്കുന്നുണ്ട്, അച്ചോ, പ്രത്യേകിച്ച് എനിക്ക് സങ്കടവും സന്തോഷവും തോന്നി. പ്രായമുള്ളവരുടെയൊക്കെ കമൻറ്റ് കണ്ടു, എനിക്ക് ഇത്ര പ്രായമുണ്ട്, എനിക്ക് ഈ അച്ഛൻ പറയുന്ന കഴിഞ്ഞ വർഷത്തെ ഇതൊന്നും കണ്ടുപിടിക്കാൻ അറിഞ്ഞുകൂടച്ചോ, എങ്ങനെയാണ് അത് കിട്ടുന്നത്? നിങ്ങൾക്കത് അറിയാവുന്നവർക്ക് യൂട്യൂബിൽ തന്നെ പ്ലേലിസ്റ്റായിട്ട് കിടപ്പുണ്ട്. നമ്മുടെ ഫീഡ് മൈ ഷീപ്പ് ചാനലിൽ സെയിൻറ്റ് ജോസഫിൻ്റെ ഒരു 10 എപ്പിസോഡ്സ്, അതിന് മുകളിൽ എപ്പിസോഡ്സ് ടീച്ചിങ് ആയിട്ട് കിടപ്പുണ്ട്. ഇനി ഒട്ടും നിർവാഹമില്ലെങ്കിൽ ഈ നമ്പറിലേക്ക്, ഫീഡ് മൈ ഷീപ്പിൻ്റെ നമ്പറിലേക്ക് നിങ്ങൾ വാട്സാപ്പിൽ ഒരു മെസ്സേജ് അയച്ച് യൗസേപ്പിതാവിൻ്റെ കഴിഞ്ഞ വർഷത്തെ ടോക്ക് വേണമെന്ന് പറഞ്ഞാൽ ആ മുഴുവൻ ടോക്കും അടങ്ങുന്ന പ്ലേലിസ്റ്റ് നിങ്ങൾക്ക് നമ്മുടെ ടീം അംഗങ്ങൾ അയച്ചു തരുന്നതായിരിക്കും. അത് നമുക്ക് ഇന്ന് കേട്ട് പ്രാർത്ഥിക്കാം. ഈ 7 സോറോസ് ആൻഡ് 7 ജോയ്സ് ഓഫ് സെയിൻറ്റ് ജോസഫ്. ഒപ്പം ലുത്തീനിയ പാടി പ്രാർത്ഥിക്കാം. നമുക്കൊരുമിച്ച് വിവേകമെന്ന പുണ്യങ്ങളുടെ തേരായ സുഹൃതം ഞങ്ങളിൽ നിറയാൻ യൗസേപ്പിതാവേ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥ്യം വഹിക്കണമേ എന്ന് ഇന്ന് ഈ പ്രതിഷ്ഠയുടെ നേരത്ത് പ്രാർത്ഥിച്ച് കാഴ്ചവെക്കാം. വിശുദ്ധ യൗസേപ്പിതാവിനോടുള്ള പ്രതിഷ്ഠാ പ്രാർത്ഥന. ഓ ഏറ്റവും വന്ധ്യനായ വിശുദ്ധ യൗസേപ്പിതാവേ, അങ്ങയുടെ ബഹുമാനത്തിനായി ഞാൻ എന്നെ തന്നെ പ്രതിഷ്ഠിക്കുന്നു. അങ്ങ് എപ്പോഴും എൻ്റെ പിതാവും സംരക്ഷകനും രക്ഷയുടെ പാതയിൽ എൻ്റെ വഴികാട്ടിയും ആയിരിക്കുന്നതിനായി ഞാൻ എന്നെ തന്നെ പൂർണ്ണമായി അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഹൃദയത്തിൻ്റെ വലിയ നിർമ്മലതയും ആന്തരിക ജീവിതത്തോടുള്ള തീക്ഷ്ണമായ സ്നേഹവും എനിക്കായി വാങ്ങിത്തരണമേ. അങ്ങയുടെ മാതൃക പിന്തുടർന്ന് മിശിഹായുടെ തിരുഹൃദയത്തോടും മറിയത്തിൻ്റെ വിമല ഹൃദയത്തോടും ചേർന്ന് ദൈവത്തിൻ്റെ വലിയ മഹത്വത്തിനായി എൻ്റെ എല്ലാ പ്രവൃത്തികളും ചെയ്യുവാൻ എന്നെ സഹായിക്കണമേ. ഭാഗ്യപ്പെട്ട വിശുദ്ധ യൗസേപ്പിതാവേ, അങ്ങയുടെ പുണ്യ മരണത്തിൻ്റെ സമാധാനത്തിലും സന്തോഷത്തിലും പങ്കുചേരുവാൻ എനിക്കായി പ്രാർത്ഥിക്കണമേ. ആമേൻ.